2026 നമ്മുടെ യൂട്യൂബ് ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട്, അതും സീക്രട്ട് ആയിട്ട്. ഇത് കാരണമാണ് പലരുടെയും മോണിറ്റൈസേഷൻ സ്റ്റോപ്പായി പോയതും ഉണ്ടായിരുന്ന വാച്ച് അവർ അതേപോലെ തന്നെ വ്യൂവേഴ്സ് ഒക്കെ ഡ്രോപ്പ് ആയി പോയതും. സംഭവം എൻ്റെ ചാനലിലും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ 5K ഉള്ള ഒരു ചാനലായിരുന്നു. എൻ്റെ മിസ്റ്റേക്കുകൾ കാരണം ആ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി. സോ ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇനി വരാതിരിക്കാനും പുതിയൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വരും വീഡിയോസൊക്കെ കാണുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഇത് നിങ്ങൾ എന്തായാലും കണ്ടേ പറ്റത്തുള്ളൂ. ഒരു ക്രിയേറ്റർ ആണെങ്കിലും ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാനേ പാടില്ല. സോ നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. 2026 യൂട്യൂബ് കൊണ്ടുവന്ന ഒരു പുതിയ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കണ്ടന്റ് യൂസ് ചെയ്യുക, അതേപോലെ കോപ്പീഡ് കണ്ടന്റ് യൂസ് ചെയ്യാതിരിക്കുക. AI സൗണ്ട് ജനറേറ്റഡ് വീഡിയോസ് ഇതൊന്നും മോണിറ്റൈസേഷന് ഹെവി റിസ്ക് ഉള്ള കാര്യമാണ്. സോ അതൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പിന്നെ എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കണ്ടന്റ്, അതേപോലെ നമ്മൾ ഷൂട്ട് ചെയ്ത നമ്മുടെ സ്വന്തം വീഡിയോ, നമ്മുടെ സ്വന്തം എക്സ്പ്ലനേഷൻ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റീസിനൊക്കെയാണ് യൂട്യൂബ് പുതിയതായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കുക എന്നാണ് നമ്മുടെ യൂട്യൂബ് നമ്മളോട് പറഞ്ഞു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കോപ്പി വീഡിയോസ്, അതേപോലെ റിയാക്ഷൻസ് ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഹെവി റിസ്ക് ഉള്ള കാര്യമാണ്, ചെയ്യാതിരിക്കുന്നതാവും ഏറ്റവും ബെറ്റർ. ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിലോട്ട് വെപ്പുകാലല്ലോ വലതുകാൽ വെച്ച് കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സില്ലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷൻ നഷ്ടമാവില്ല. എൻ്റെ ചാനലിൽ 5K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലിൽ നഷ്ടമായതുപോലെ നിങ്ങൾക്ക് നഷ്ടമാവാതിരിക്കണമെങ്കിൽ ഇനി വരുന്ന വീഡിയോസൊക്കെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാനും ഫസ്റ്റ് തന്നെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആൻഡ് ലൈക്കും ചെയ്യണം. ഇത്ര തന്നെയാണ് നമ്മുടെ ഇത്. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ക്രാഫ്റ്റ്, അതേപോലെ ബ്യൂട്ടി ടിപ്സ്, ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെച്ചമായിട്ട് എന്താ പറയുക, ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക്, ഞാൻ ചെയ്തു പോയ മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മിസ്റ്റേക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ വരുന്ന വീഡിയോസ് കണ്ടേ പറ്റും. ഒറ്റ വീഡിയോയിൽ എനിക്കിതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല യൂട്യൂബിനെ കുറിച്ചിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഷോർട്സ് വഴി മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമോ എന്നാണ്. സോ അതിനുള്ള വിത്ത് എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. 2026 എല്ലാ ഗൈഡൻസും യൂട്യൂബ് ചാനൽ തുടങ്ങാനും, അതേപോലെ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാനും 2026 റൂൾ പ്രകാരം യൂട്യൂബിൽ എങ്ങനെയൊക്കെ വീഡിയോസ് ഇടാനും, എങ്ങനെയൊക്കെ ഷോർട്സ്, ലോങ് വീഡിയോസ് 2026 എല്ലാ ഗൈഡൻസും ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസിലൂടെയായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ വീഡിയോ മെയിനായിട്ട് ഇത്രേ ഉള്ളൂ, ഫോക്കസ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. മോണിറ്റൈസേഷൻ ആർക്കും ഒരു പ്രശ്നം പറ്റരുത്. കാരണം ഞാൻ പോയ തെറ്റാണ്. 1000 വാച്ച് അവർ ഉണ്ടായിരുന്ന എൻ്റെ 5K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ഫീല് എനിക്കായിട്ടുണ്ടാകുന്നത്. കാരണം നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ ഇതാണ്, വീഡിയോസ് ആയാലും അതിൻ്റെ വോയിസ് ഓവർ ആയാലും കാക്കയും പരുന്തും അതും ഇതും കുറച്ചിട്ടും പറിച്ചിട്ടും ഒക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. മാറി ഒരു വീഡിയോക്ക് തന്നെ 10-15 വട്ടം നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടാവും റെഡിയാക്കുന്നത്. പക്ഷേ ഇത് കാക്കക്കും പരുന്തിനൊന്നും അറിയില്ല, അവർ സൗണ്ട് ഉണ്ടാക്കിയും കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ മാറി ഒരുപാട് വീഡിയോസൊക്കെ ഇടലുണ്ട്. വോയിസ് ഓവറൊക്കെ നമ്മൾ മാറ്റി മറിച്ചൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ
അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. അത് എഡിറ്റിംഗ് ആയാലും അതിൻ്റെ തമ്പനിയിലായാലും അതേപോലെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന അപ്പും ഡൗണും നമ്മളെ എന്താ പറയുക താഴ്ത്തും. ചിലപ്പോൾ ഒരു പടി മുന്നോട്ട് നമ്മളെ ഫസ്റ്റ് തന്നെ കയറ്റും. അതേപോലെ അതിലോറെ താഴ്ചയിലേക്ക് നമ്മൾ തള്ളിയിടും യൂട്യൂബ്. അൽഗോരിതം അങ്ങനെയാണ്. അൽഗോരിതം ഒരു എന്താ പറയുക, ചിലപ്പോൾ തെറ്റിപ്പോകുന്നൊരു ഫ്രണ്ടിനെ പോലെയാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ, നമ്മൾ കറക്റ്റ് ടൈമിൽ ആൾക്കാർക്ക് കമൻസിന് റീപ്ലൈ കൊടുത്തില്ലെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്നാലൊക്കെ അൽഗോരിതം തെറ്റിപ്പോവും. അപ്പോൾ ആ തെറ്റിപ്പോവാതിരിക്കാനും ഫുൾ ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ ഉണ്ട്. 1 അല്ല 5-6 ഗീവ് അവേ നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബറിനാണ്, എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനാണ് ഞാനത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നിങ്ങളിൽ ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങളിൽ 5-6 പേർക്കോ കിട്ടും. കാരണം ഒരുപാട് ഗീവ് അവേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ആ ഗീവ് അവേസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5K സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് ഗീവ് അവേ അപ്ലോഡ് ചെയ്ത് അത് ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് വാക്ക് വലിക്കാൻ പറ്റിയില്ല, എൻ്റെ ചാനൽ ബാനായിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാങ്ങിയ സാധനം എനിക്ക് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് തന്നെ തരാമെന്ന് വിചാരിച്ചത്. അതും ഞാനൊരു മൈൽ സ്റ്റോൺ എത്തുമ്പോഴാണ് കൊടുക്കാമെന്ന് പറഞ്ഞതും ആ മൈൽ സ്റ്റോൺ 1K എന്നുള്ള മൈൽ സ്റ്റോൺ നമ്മളിതിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ 1K സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പുതിയ ന്യൂ ചാനലിലായിട്ടുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ഒരു എന്താ പറയുക ഗീവ് അവേ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഗീവ് അവേ വിന്നറിനെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ചതാണ്, അതിൻ്റെ ഗീവ് അവേ വിന്നർ ഇതാണ്. സോ ഇത്രയുള്ള വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന്. സോ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ.